ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്ന പുതിയ വീഡിയോ. നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് പോലീസുകാരുടെ വെടിവെച്ച് കൊല്ലണം, പിന്നെ നമുക്ക് വണ്ടി എടുത്ത് മുങ്ങാനുണ്ടാ. ഞാൻ ഫോർച്യൂണർ കൊടുത്തിട്ടാണ് ഗൈസ് വരുന്നത്. നമുക്ക് വണ്ടി രക്ഷപ്പെടും. ഒരു ബുഗാട്ടി ഇല്ല നിൽക്കുന്ന ഗൈസ്, എടുക്കണ്ട. ഏതൊരു ആളുടെ വണ്ടിയാണ് കാര്യങ്ങൾ നോക്കട്ടെ. വണ്ടിയെങ്കിലും വെച്ചിട്ട് ഗൈസ് എവിടെയാണ് വണ്ടി എടുക്കുന്നത്. ഇവിടെ നിർത്തിയ വലിയ പ്രശ്നമില്ല. ഞാൻ ഇതിൽ തോക്കെടുക്കാൻ പോണു ഗൈസ്. എന്തായാലും ഒരു പ്രശ്നം ഹെഡ് ഷോട്ട് കയറ്റിയല്ലോ ഗൈസ്. ഞാൻ ഈ വണ്ടി എടുത്ത് സ്ഥലം വിടാനാണ് പ്ലാൻ ചെയ്തത്. പ്ലാൻ ചെയ്ത പോലെ നടക്കണില്ല. അവരോടി വരുന്നു ഗൈസ്. ഗൈസ് പ്രശ്നമായി ഗൈസ്. ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല. ഗൈസ് മറ്റുള്ള പോലീസൊക്കെ വരുന്നുണ്ട്. എന്താണ് ശരി തന്നെ ഞാൻ പൊടായാണ് ഗൈസ്. അവനൊക്കെ എങ്ങനെയൊക്കെ വന്നിട്ട് ബൈക്ക് കാറെടുത്ത് പോവാൻ സ്ലോ മോഷൻ ഗൈസ്. പൊട്ടൻ ഗൈസ്. കാറാണെങ്കിൽ ഇളകുന്നില്ല ഗൈസ്. വേറെ കാറൊന്നും ഇടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫോർച്യൂണറിൻ്റെ ജീവനം ഇതിൻ്റെ ഇത്ര വൃത്തിയായിട്ട വണ്ടിയാണ്. ആ ഗൈസ് ഭാഗ്യമുണ്ട്. പോലീസ് പൊട്ടന്മാരാണ് ഗൈസ്. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. നല്ല ഡ്രിഫ്റ്റൊക്കെയാണ് ഗൈസ്. നമ്മുടെ വണ്ടി മേടിക്കല്ലേ നിങ്ങള് കൊണ്ട് തോറ്റു ഗൈസ്. എങ്ങനെ ഇരിക്കുന്നു ഗൈസ്. നമ്മൾ പടായിരിക്കുന്നു ഗൈസ്. എന്താ ഗൈസ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി. എങ്ങനെയാണ് ഗൈസ് ഞാൻ ജീവിച്ചു പോകാന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് ഗൈസ്. ഇത്രയും അവസ്ഥ പറ്റിച്ച ഒരാളുണ്ടാവില്ല ഗൈസ്. പോലീസിനെ വെടിവെച്ച പോലെ നമ്മൾ റിവെഞ്ച് എടുക്കാൻ വേണ്ടി പോകണം ഗൈസ്. റിവെഞ്ച് പക്ഷേ നമ്മൾ ബൈക്കിൽ പോയാൽ അവർ പിന്നെയും പ്രശ്നമില്ല. മോഡിഫൈഡ് RC എടുക്കാം. എനിക്കിഷ്ടമുള്ള ബൈക്ക് RC ആണ്. അതുകൊണ്ട് ഞാൻ RC എടുക്കണം. വീണ്ടും പരസ്യം ഗൈസ്. നെറ്റ് ഓഫ് ആക്കുമ്പോൾ അളകണ്ടിരിക്കാം. നെ കൊണ്ട് ഞാൻ തോറ്റു ഗൈസ്. ഈ ഒരു കളർ RC ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുന്നു ഗൈസ്. എനിക്ക് RC ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ടാണ് RC ഇട്ടത്. ഇതാണ് പറയുന്നത് RCയുടെ ആക്സിഡൻറ്റ് പറ്റി ഗൈസ്. അതിക്കടെ പോണത് ചേച്ചിയല്ലേ. ചേച്ചി നമുക്ക് വെടിവെച്ചില്ല. പിന്നെ പോലീസ് സ്റ്റേഷനെ മുന്നിൽ വെച്ചിട്ട് അതൊക്കെ ചെയ്യണം. ചേച്ചിൻ്റെ കൊല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബൈക്ക് ഓണാക്കി കയറ്റി വിടുക. ഒട്ടിച്ചിട്ട് ഇത് നോക്കട്ടോ ഭയങ്കര സ്പീഡാണേ. ഇനി അതൊക്കെ വണ്ടി മേടിച്ചിട്ട് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. ഞാൻ അതൊക്കെ ചെയ്യും. സാരൊക്കെ എന്നെ പുറകിൽ നിന്ന് വെടിവെച്ചു. കാഞ്ചി വിളിച്ച് നമ്മൾ
പേപ്പർ റൈഡറാണ് ഗൈസ്. ധൂമ് വെച്ചാല് ഒരു കണ്ണാപ്പിയാണ് ഗൈസ്. ഇങ്ങനെ രസമുണ്ട് ഗൈസ്. എന്തായാലും പോലീസുകാർ കൊണ്ടുവന്നത് കൊല്ലു ഗൈസ്. ഇന്നെ കിട്ടാൻ പതിനാറാൾ ഇന്നോട്ടില്ല. അത്ര സ്പീഡിലുള്ള ആർസിയുടെ ഈ ആർസിയുടെ മീറ്റർ ചെറുതായിട്ടൊന്ന് അടിച്ചു പോയതാണ്. ഉണ്ടായാലൊന്നും കാണാത്ത കാണണ്ടാവില്ലേ. ആർസിയുടെ മീറ്റർ അടിച്ചു പോയിട്ടുണ്ട്. ചത്തി കഴിച്ചു. ചത്തി 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 കാണണ്ടായിരുന്നു. എനിക്ക് എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിൽ നമുക്ക് വണ്ടി ഓടിക്കണം. നമ്മളെ വണ്ടി എയർപോർട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത്ര സ്പീഡാണ്. എവിടെയുണ്ട് എയർപോർട്ട്? എയർപോർട്ടിൻ്റെ എൻട്രൻസ് ഒക്കെ അറിയാം എവിടെ കൂടെ പോയിട്ടാണ്. പിന്നെ പണ്ടത്തെ വീടുണ്ടാകുന്ന സ്ഥലത്തിൻ്റെ വഴിയാണ് ഈ വീടിൻ്റെ പുതിയ വീടാണ് ഇപ്പോൾ അവിടെ. പണ്ടത്തെ വീടിൻ്റെ ഭാഗത്ത് ഭയങ്കര കോർണറിങ് ഉണ്ടാകുന്നു. കോർണറിങ് നല്ലത് അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നു. ഭയങ്കര വീട്ടിൽ ഇത് കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്തേക്കുന്നു. രസമുണ്ട്. പോലീസൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല വിചാരിക്കുക. എന്തില്ല അവിടെ എയർപ്ലെയിൻ നിർത്തുന്നത്. എയർപ്ലെയിൻ ഓടിക്കുന്ന സ്ഥലം അവിടെയല്ലേ ഈ റൺവേ അവിടെ ഉണ്ട്. റൺവേയിൽ കൊടുത്തിട്ട് ചെയ്യും. ഒരു ഡ്രിഫ്റ്റ് ആണ് നമുക്ക് ഡ്രിഫ്റ്റ്. വീലിക്കറവ് വീലൊന്നും നടക്കില്ല. ഒരു കാര്യം ആവശ്യമിടാം. നിങ്ങൾക്ക് നിഞ്ച ചുറ്റുപാട് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലിടാൻ ലൈക്ക് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടമെങ്കിൽ അത് കമൻറ്റിലിട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇപ്പോൾ നിഞ്ച ചുറ്റുപാടാണ്. എന്തൊക്കെയാണ് ഒരു പറയുന്നു. ചെറുത്തണ്ട് ചെറുക്കും കേസ് ആൾക്കാർ ഇത് കയറിയിട്ടുണ്ടെങ്കിൽ രക്തങ്കി ഉണ്ടെങ്കിൽ ഒരു വീടാണ്. ഇതിൽ മീറ്റർ ബോർഡ് വർക്കുന്നുണ്ട്. പഠിച്ചിട്ടില്ല അതേപോലെ ഒറിജിനൽ ആർസിയുടെ മീറ്റർ ബോർഡ് എപ്പോഴും അടിച്ചു പോകും. ഡ്യൂക്കിൻ്റെ ഒക്കെ ഇതിൻ്റെ ഇത് ഭയങ്കര ക്വാളിറ്റി വണ്ടിയാണ്. ഇതൊന്നും പുതിയ വണ്ടി കണ്ടുകൊണ്ട് അവർക്കൊക്കെ പേടിയായിട്ടോ. അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരികയാണ്. വിളിച്ചിട്ട് അവിടെ നിന്ന് കൊടുത്താൽ നിങ്ങൾ കൊടുക്കും. അല്ല ഗൈസിൻ്റെ പണ്ടത്തെ വീട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ. പണ്ടുണ്ടായിരുന്നൊരു വീടിൻ്റെ റോക്കറ്റ് പോലെ പോവാ. എം വി ഡിയുടെ കുറച്ചധികം കാശ് അവർ നമുക്ക് ഫൈൻ ഇടും. കാരണം എന്താ വെച്ചാൽ ഹെൽമെറ്റ് പോലും വെച്ചിട്ടില്ല. ഇത്ര സ്പീഡാണ് റൈസിന് പോകുന്നത്. ഇവിടെ ഐ ക്യാമറ ഒന്നും ഇല്ലെന്ന് ഭാഗ്യം. 2000 രൂപയാണ് ഇപ്പോഴത്തെ ഫൈൻ. എവിടെ നിൽക്കുകയോ ഇത് വെച്ചിട്ട് എം വി ഡി. ഇതാണ് റൈസിൻ്റെ പണ്ടത്തെ വീടാണ്. മഞ്ഞ വീടില്ല. അതാണ് കാണുന്നത്. ഒറിജിനൽ വീടിൻ്റെ പണ്ടത്തെ വീടാണ്. എനിക്ക് എൻ്റെ വീട് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കയറിയ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ വീടിൻ്റെ ഗ്യാരേജ് ഉണ്ടായി. എൻ്റെ ഉള്ളിൽ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിൻ്റെ പണ്ടത്തെ വീടിൻ്റെ ഉള്ളിൽ കയറാം.
അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇത്രയുള്ള കേട്ടോ ഗൈസ് നമ്മുടെ വീഡിയോ. ബൈ ഗൈസ്. ഇപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.